ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ പലവിധ തകർച്ചകളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയി എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ? നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ കാരണം ഹൃദയം തകർന്ന് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും പകച്ചു നിൽക്കാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൈകളിൽ എത്തുമ്പോൾ നമ്മുടെ തകർച്ചകൾ നാശത്തിൻ്റെ തുടക്കമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമായി മാറാനുള്ള തുടക്കമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്ന വിശുദ്ധ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 22:19. പിന്നെ അവൻ അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുമ്പ് മാളിക മുറിയിൽ വെച്ച് ശിഷ്യന്മാരുമൊത്ത് അവസാനത്തെ അത്താഴം കഴിക്കുമ്പോഴാണ് ഈ വചനം അരുളി ചെയ്യുന്നത്. തൊട്ടു മുമ്പിൽ വലിയ കഷ്ടാനുഭവങ്ങളും മരണവും നിൽക്കുമ്പോഴും യേശു ആ അപ്പമെടുത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും അത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഉടയാത്ത ഒരപ്പത്തിന് ഒരാളുടെ വിശപ്പ് മാറ്റാനേ കഴിയൂ, എന്നാൽ നുറുക്കപ്പെട്ട അപ്പത്തിന് ആയിരങ്ങളുടെ വിശപ്പ് മാറ്റാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹം ത്യാഗത്തിലൂടെ പ്രകടമായി. യേശു അപ്പം നുറുക്കിയത് ഒരു പ്രതീകമായിരുന്നു. അത് വളരെ പെട്ടെന്ന് ക്രൂശിൽ തകർന്നു കൊടുക്കാനിരിക്കുന്ന അവൻ്റെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് തൻ്റെ ജീവൻ ബലിയായി എടുത്തതല്ല, അവൻ സ്വമേധയാ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി തന്നെ താൻ സമർപ്പിച്ചതാണ്. ഇതാണ് ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം. നന്ദിയോടെ ജീവിക്കാൻ കർത്താവ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു അപ്പം നുറുക്കുന്നതിന് മുമ്പ് സ്തോത്രം ചെയ്തു. ക്രൂശ് മുന്നിലുണ്ടായിരുന്നിട്ടും വേദന മുന്നിലുണ്ടായിരുന്നിട്ടും അവൻ നന്ദി പറഞ്ഞു. ജീവിതത്തിൽ പ്രതിസന്ധികളെ ഒത്തിരി ഉണ്ടായെന്ന് വരാം, എന്നാൽ ദൈവത്തിൻ്റെ നന്മകളെ മറക്കാതെ നന്ദിയോടെ ജീവിക്കാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ സ്നേഹം പങ്കുവെക്കുന്നതിലൂടെയാണ്. കർത്താവ് അപ്പം മുറിച്ച് സ്വയം സ്വീകരിച്ചില്ല, അത് ശിഷ്യന്മാർക്ക് നൽകി. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും സ്നേഹവും ക്ഷമയും സമ്പത്തും പ്രത്യാശയും മറ്റുള്ളവരുമായി പങ്കിടാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. യേശുവിനെ ഓർക്കുക എന്നാൽ ജീവിതത്തിൽ അനുസരിക്കുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ എന്ന വാക്കുകൾ ഒരു ചടങ്ങ് മാത്രം അനുഷ്ഠിക്കണമെന്നല്ല പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹവും വിനയവും ത്യാഗവും ക്ഷമയും സേവനവും ദൈനംദിന ജീവിതത്തിൽ പിന്തുടരുക എന്നതാണ് യഥാർത്ഥ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെയും പ്രയാസങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. യേശു കഷ്ടതകൾക്ക് മുന്നിൽ പതറാതെ സ്വയം അർപ്പിച്ചതുപോലെ പ്രതിസന്ധികളിലും ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ തകർന്ന അനുഭവങ്ങളെ ദൈവം മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന വലിയൊരു സാക്ഷ്യമായി മാറ്റും. ഇത് അവൻ്റെ സ്നേഹവും ത്യാഗവും ഓർത്തുകൊണ്ട് ജീവിച്ചാൽ ഒരു തകർച്ചയ്ക്കും നമ്മെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. കർത്താവ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ കുർബാനകളിലും നമ്മൾ പോയി വിശുദ്ധ ബലിയിൽ പങ്കാളികളാകണം എന്നുള്ളതാണ്. പക്ഷേ നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ കുർബാന അനുഭവിക്കാനാണോ പോകുന്നത്, അതോ കുർബാന കാണുവാനാണോ പോകുന്നത്? എത്ര പേര് കുർബാന അനുഭവിക്കുന്നുണ്ട്? ഒരു പള്ളിയിൽ 1000-2000 ആളുകളൊക്കെ വരാറുണ്ട്. പക്ഷെ എത്ര പേർ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായാണ് വരുന്നത്? നമ്മൾ എന്തിനാണ് പോകുന്നത്? ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണോ പോകുന്നത്? നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട സമയമാണ്. കർത്താവിനെ സ്വീകരിച്ച് അവനോട് കൂടെ എല്ലാ ദിവസവും നമ്മൾ ജീവിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത്. ഈ വചനം നമ്മെ കർത്താവായ ക്രിസ്തുവിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ത്യാഗം നാം മറക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ചോദിക്കാം, യേശുവിൻ്റെ ത്യാഗത്തിന് ഞാൻ നന്ദിയുള്ളവനാണോ? എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? യേശുവിന് മാതൃക പിന്തുടരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ തൻ്റെ സ്നേഹത്താലും കൃപയാലും നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കുകയും സ്നേഹത്തിലും സേവനത്തിലും ത്യാഗത്തിലും വളരുവാൻ നമ്മെ കൃത്യമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.